ഒരു സന്തോഷം. ഒരു വുമണിനെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഫിനാൻഷ്യൽ ഫ്രീഡം അത് ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു പണിയെടുക്കാതെ എല്ലാ മാസവും എക്സ്പെൻസ് കഴിഞ്ഞു പോകണം. ആഹാ, നല്ല ഫിനാൻഷ്യൽ ഫ്രീഡം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ പറഞ്ഞു കേട്ടേക്കുന്നത്. അതാണ് എൻ്റെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് ഞാൻ. ഒരു പണിയെടുക്കാതെ എങ്ങനെ കാശ് കിട്ടും? അവിടെയാണ് നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അതായത് പണിയെടുക്കുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യണം. എത്ര നാൾ പണിയെടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം. അതിനാണ് നമ്മൾ ആക്ച്വലി പാസീവ് ഇൻകം എന്ന് പറയുന്നത്. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് അറ്റ് എ ടൈം പല പല സോഴ്സിൽ നിന്ന് പൈസ വരുന്നു. എങ്ങനെ പല പല സോഴ്സിൽ നിന്ന് നമുക്ക് പൈസ വരും? പല പല സോഴ്സിൽ നമ്മൾ പണിയെടുക്കണോ? നമ്മുടെ ഫ്രീ ടൈം എല്ലാം നമ്മൾ പണിയെടുക്കണോ? നമുക്ക് അങ്ങനെ എത്ര നാൾ പണിയെടുക്കാൻ പറ്റും? ഒരു 45. അത് കഴിയുമ്പോഴോ മടുക്കും. അപ്പം എന്ത് ചെയ്യും? ഇൻകം ഇല്ല. പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും? അവിടെയാണ്. അപ്പം ഒരു 45 വയസ്സ് കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതം നമ്മൾ പണിയെടുക്കാതെ ജീവിക്കണം. പക്ഷെ പണിയെടുക്കാതെ ജീവിക്കുമ്പോഴും ഈ മാസത്ത് ഇപ്പോൾ ഉള്ളതിനേക്കാളും എക്സ്പെൻസ് ഇല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് നമ്മൾ പാല് വാങ്ങിക്കുന്നു. 45 വയസ്സ് കഴിയുമ്പോൾ പാലിന് എന്തായിരിക്കും വില? പാരസെറ്റാമോൾ എടുക്കാം. എനിക്ക് തോന്നുന്നു പണ്ട് 50 വയസ്സുള്ള പാരസെറ്റാമോളിന് ഇന്ന് അതിനേക്കാൾ കൂടുതൽ വിലയില്ലേ? അപ്പം 45 വയസ്സ് കഴിയുമ്പോഴോ? അപ്പം ആ 45 വയസ്സ് പക്ഷെ നമ്മളെക്കാൾ ബെറ്ററാണ് കേട്ടോ ജെൻസീസ്. ഇപ്പം എൻ്റെ മ്യൂച്വൽ ഫണ്ടിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ജെൻസീസ് ആയിരിക്കും. 20-25 വയസ്സ് കാറ്റഗറിക്കകത്തുള്ള ആൾക്കാരാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ വന്നു ഓഫീസിൽ. അവന് എത്ര 26 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ വരുന്ന സമയത്ത് അവരുടെ ഏജ് ചോദിക്കുമല്ലോ. അവന് 26-27 വയസ്സുള്ളൂ. 27 വയസ്സേ ഉള്ളൂ. കാരണം എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ 2 മാസം മുന്നേ അവൻ്റെ അടുത്ത് വന്നപ്പോൾ ഏജ് ചോദിച്ചപ്പോൾ 26 ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു നീ ഒരു 27 ആയിട്ട് വാ. കാരണം 26 ഞാൻ നിനക്ക് ഇൻഷുറൻസ് തന്നു കഴിഞ്ഞാൽ അത് നിനക്ക് കുറച്ച് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട്. അതിൽ കൂടുതൽ അവന് കൊടുക്കാനും പറ്റില്ല. പക്ഷേ 27 കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ എനിക്ക് 27 വയസ്സ് കഴിഞ്ഞാൽ തരാൻ പറ്റും. 2 മാസം കഴിഞ്ഞപ്പോൾ അവൻ വന്നു ഓഫീസിൽ. ചേച്ചി അന്ന് പറഞ്ഞില്ലേ 27 വയസ്സ് കഴിഞ്ഞാൽ എന്തോ ഒരു ഓപ്ഷൻ ഉണ്ട് ഇൻഷുറൻസ് എടുക്കാൻ. നമ്മളിന്ന് 40 വയസ്സുള്ള അടുത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുക്കില്ല. എന്നാൽ അവർക്ക് അവയർനെസ് കുറവാണ്. കാരണം കുട്ടികൾ ഇന്ന് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിട്ട് അത് ചെയ്യുന്നുണ്ട്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതാണ്. അപ്പോൾ അവിടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എല്ലാ എക്സ്പെൻസും വെറുതെ ഇരിക്കുമ്പോൾ പൈസ അക്കൗണ്ടിൽ വരിക. അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യണം. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പാസീവ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതിനൊരു സിമ്പിൾ ഫിനാൻഷ്യൽ ഫോമുല എന്താണെന്ന് വെച്ചാൽ പാസീവ് ഇൻകം ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്പെൻസ്. അതായത് എക്സ്പെൻസിനേക്കാൾ കൂടുതലായിരിക്കണം പാസീവ് ഇൻകം. അപ്പോൾ അങ്ങനെ പാസീവ് ഇൻകം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കുന്ന സമയത്ത് പ്രോപ്പർ സിസ്റ്റം ബിൽഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഡ്രോപ്പ് ഷിപ്പിംഗ് വേണമെങ്കിൽ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കുറേ സപ്ലൈസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് എനിക്ക് വേറെ പണി ചെയ്യാം. അവിടെ ഓട്ടോമാറ്റിക്കലി ആ പ്രോസസ്സ് നടക്കും. എൻ്റെ 9 to 5 ജോബ് ഇവിടെ നടക്കും. ട്രേഡിങ്, ഇപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ 9 to 3:30 വരെ ഇരിക്കാതെ ഇപ്പോൾ സ്വിംഗ് ട്രേഡിങ് ചെയ്യാം. SIPs ചെയ്യാം മ്യൂച്വൽ ഫണ്ടിൽ. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇതവിടെ ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുക്കുന്ന നമ്മുടെ പൈസയെ കൊണ്ട് പണിയെടുപ്പിക്കുക. നമുക്കൊരു പരിധിയുണ്ട് പണിയെടുക്കാൻ. നമ്മുടെ പൈസയെ കൊണ്ടുകൂടി പണിയെടുപ്പിക്കാം. പറ്റുന്ന പ്രായത്തിൽ പൈസ ഉണ്ടാക്കുക, അത് കഴിയുമ്പോൾ പൈസനെ കൊണ്ട് പണിയെടുപ്പിക്കുക. ആ സമയം തൊട്ടേ പൈസയെ കൊണ്ട് പണിയെടുപ്പിക്കണം. എഡ്യൂക്കേഷനും ഇൻകവുമാണോ ടൈമും ഇൻകവുമാണോ കോറിലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമും ഇൻകവുമാണ് കോറിലേറ്റ് ചെയ്യുന്നത്. സമയം അപ്പം അവിടെയാണ്. അപ്പം അത് പാരലലി കൊണ്ടുപോകണം. ഇപ്പം ഹാപ്പിയാണ് ഉറപ്പായിട്ടും. അധ്യാപികയായിട്ടാണോ ഓൺട്രപ്രണർ ആയിട്ടാണോ ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്? അല്ല, ഇപ്പം ഞാൻ രണ്ടും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ രണ്ടിലും ഹാപ്പിയാണ്.